വെൽക്കം ബാക്ക് ടു നെക്സ്റ്റ് വീഡിയോ. കുറച്ച് നാളത്തെ ഇടവേളയ്ക്ക് ശേഷം വ്ലോഗ് പിന്നെ ആരംഭിച്ചിരിക്കുകയാണ് സുഹൃത്ത്. വെറുതെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കാതെ ഒരു ലൈക്ക് ഒരു കമന്റ്. ഓക്കെ, ഒരു AC ഫിൽറ്റർ ചെക്ക് ചെയ്തപ്പോൾ കിട്ടിയ വേസ്റ്റ് ആട്ടോ. യന്ത്രങ്ങളുടെ പ്രവർത്തനം പഠിക്കുന്ന ഹരിഹരൻ തകൃതി പിടിച്ചിട്ട് ജോലിയിലാണ് കേട്ടോ എല്ലാവരും. കളിയും തമാശയും ചിരികളും ആയിട്ട് ദിവസങ്ങൾ ഇങ്ങനെ പോകുന്നു, ജോലി ഇങ്ങനെ പോകുന്നു. എന്റെ ഫോളോവേഴ്സ് ആയ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോയ്ക്ക് ഒരു 200 കമന്റാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എഞ്ചിൻ വർക്കായിട്ട് വന്നൊരു ബീറ്റിന്റെ എഞ്ചിനാണ് സുഹൃത്തുക്കളെ. മൾട്ടി ബ്രാൻഡ് ആയതുകൊണ്ട് തന്നെ എല്ലാത്തരം വണ്ടികളും എനിക്കിപ്പോ പണിയാൻ പറ്റുന്നുണ്ട്. ഈ ഡിസംബർ 18 to 21 വണ്ടികൾക്കായിട്ടൊരു ക്യാമ്പ് നടത്തുന്നു. നിങ്ങളുടെ ഏതെങ്കിലും വണ്ടികൾ ഉണ്ടെങ്കിൽ കൊണ്ടുപോട്ടാ. നമ്മുടെ ഷോറൂമിലെ സജിച്ചേട്ടൻ പുതിയ വണ്ടി മേടിച്ചു. ആ വണ്ടി മേടിച്ചതിന്റെ ചെലവിനായിട്ട് ലഡു എടുക്കണം. ആ ലഡു മേടിക്കാനായിട്ടാണ് നമ്മളിപ്പോ പോകുന്നത്. ബാവ സ്വീറ്റ്സ് എന്ന് പറയുന്ന കടയിലാണ് കേട്ടോ വന്നത്. നല്ല ചുവന്ന ലഡു, അലുവ എല്ലാം കിട്ടും. ഇത്രയും സാധനങ്ങൾ ഇത്രയും റേറ്റിൽ ഇവിടെ നോട്ട് ദി പോയിന്റ്. നമുക്കുള്ള 60 ലഡുവും മേടിച്ച് നമ്മൾ നേരെ ഷോറൂമിലേക്ക്. ഈ 2 എണ്ണമാണ് എന്റെ ഷോറൂമിലെ ജിംബ്രൂട്ടന്മാർ. മനുഷ്യനൊക്കെ നന്ദിയുള്ള വർഗമാ, സ്നേഹമുള്ള വർഗമാ. എന്നും ഫുഡ് കഴിക്കുന്നതിൽ ഒരു പങ്ക് കൊടുക്കുന്നതിന്റെ സ്നേഹമാണ് നിങ്ങൾ ഇപ്പൊ കാണുന്നത്. വോട്സ് ഭാഗം തരുന്നൊരു ഫീൽ അതൊന്ന് വേറെയാ മക്കളെ. വണ്ടിയുടെ കംപ്ലൈന്റുകൾ കണ്ടുപിടിക്കുന്ന ധൃതിയിലാണ് ഞാൻ. ഇതാണ് നമ്മുടെ മിനി ചേച്ചി. ഒന്നും പറയാനില്ല, മിനി ചേച്ചി പൊളിയാ. ജാക്കി ഉന്തുന്ന ആനന്ദം. നേരം സന്ധ്യ ആയിരിക്കുന്നു. ഞാനിവിടെ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് നഷ്ടമാണ്, കമ്പനിക്ക് നഷ്ടമാണ്. വീട്ടിൽ പോകെ പോകെ ഒല്ലയുടെ സൗണ്ട് വ്യത്യാസങ്ങൾ ഞാൻ ശ്രദ്ധിച്ചു തുടങ്ങി. ബ്രേക്ക് പാഡ് തീർന്നിരിക്കുകയാണ് സുഹൃത്ത്. അങ്ങനെ വീട്ടിലേക്കുള്ള യാത്ര പുരോഗമിക്കുമ്പോഴാണ് ടയർ വെടിയാവുന്നത്. ഇപ്പൊ കംബാക്ക് പറഞ്ഞത് സുഹൃത്തുക്കളെ, ഇനി കംബാക്ക് എന്നുള്ള സാധനം കുറച്ച് വർഷം കഴിയും. ഇതിനിടയിൽ എയർ ഷോ കാണാൻ പോയായിരുന്നു ശംഖുമുഖത്ത്, അത് പറയാൻ വിട്ടുപോയി. ഇപ്പൊ എല്ലാം കളറായില്ലേ.